മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര. ഇന്ന് ഈ പരിപാടി അവതരിപ്പിക്കുന്നത് ഡോക്ടർ മാർഗരറ്റ് ജോർജ്. ഹംസഗാനം മലയാളത്തിന് താരതമ്യേന പുതുതായി ലഭിച്ച ഒരു സങ്കല്പനമാണ്. പഴയ കൃതികളിലും പുരാണങ്ങളിലും ഹംസം സരസ്വതീദേവിയുടെ വാഹനമായി പറയപ്പെടുന്നു. പാലും വെള്ളവും ചേർന്ന മിശ്രിതത്തിൽ നിന്ന് പാല് മാത്രം വേർതിരിച്ചെടുക്കാൻ ഹംസത്തിന് കഴിയുമെന്ന് വിശ്വാസമുണ്ട്. നളദമയന്തി കഥയിൽ നളൻ്റെയും ദമയന്തിയുടെയും പ്രണയദൂതുമായി എത്തുന്ന ഹംസത്തെ കാണാം. ഹംസങ്ങൾ ജീവിതകാലം മുഴുവൻ വൈവിധ്യമാർന്ന ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇത് ഹംസധ്വനി എന്നാണ് അറിയപ്പെടുന്നത്. കർണാടക സംഗീതത്തിൽ ജനപ്രിയ രാഗമാണ് ഹംസധ്വനി. മാധവിക്കുട്ടിയുടെ ഒരു കഥാസമാഹാരത്തിനും ഹംസധ്വനി എന്ന പേരുണ്ട്. എന്നാൽ ഹംസഗാനം നമുക്കത്ര പരിചയമുണ്ടായിരുന്നില്ല. ജീവിതകാലം മുഴുവൻ നിശബ്ദരായിരിക്കുന്ന ഹംസങ്ങൾ മരണത്തിന് തൊട്ടു മുൻപ് മനോഹരമായ ഒരു ഗാനം ആലപിക്കുമെന്ന വിശ്വാസം പുരാതന ഗ്രീസിൽ ഉണ്ടായിരുന്നു. പ്ലേറ്റോയുടെ ഫെഡോയിൽ ഒരു കഥാപാത്രം ഹംസങ്ങൾ ചെറുപ്പത്തിൽ പാടുന്നുണ്ടെങ്കിലും മരിക്കുന്നതിന് മുൻപ് പാടുന്നത് പോലെ മനോഹരമായി പാടുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഹിസ്റ്ററി ഓഫ് അനിമൽസിൽ ഹംസങ്ങൾ മരണമടുക്കുമ്പോഴാണ് പാടുന്നത് എന്ന് പറയുന്നു. ഈ സങ്കല്പം പാശ്ചാത്യ സാഹിത്യത്തെ വളരെയധികം സ്വാധീനിച്ചു. ഷേക്സ്പിയറുടെ വെനീസിലെ കച്ചവടക്കാരൻ, ഒഥല്ലോ തുടങ്ങിയ നാടകങ്ങളിൽ നിരൂപകർ ഹംസഗാനം കണ്ടെത്തുന്നുണ്ട്. ആ സ്വാധീനം പിൽക്കാലത്ത് മലയാളത്തിലും വന്നു ചേർന്നു. കുമാരനാശാൻ്റെ നളിനിയിൽ നളിനീ ദിവാകര സംഗമം നടക്കുന്നതിന് തൊട്ടു മുൻപ് ദേവദാരു വൃക്ഷത്തിൻ്റെ ആഞ്ഞ ശാഖയിൽ പിടിച്ച് നളിനി മനോഹരമായ ഒരു ഗാനം ആലപിക്കുന്നു. തുടർന്നു വരുന്ന സംഭവങ്ങളിൽ നളിനിക്ക് ദിവാകരനെ നഷ്ടപ്പെടുന്നതും നളിനി ജീവൻ വെടിയുന്നതും ആണ് കാണുന്നത്. അതിനാൽ പല നിരൂപകരും ഇത് ഹംസഗാനമായി വിലയിരുത്തുന്നു. ഹംസഗാനം എന്ന പേരിൽ ടി പത്മനാഭൻ്റെ ഒരു കഥാസമാഹാരമുണ്ട്. ക്രീസിലെ ഹംസഗാനം എന്ന് NS മാധവൻ ധോണിയെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ന്യൂസിലൻഡിനോട് ഇന്ത്യ തോറ്റ സെമി ഫൈനൽ നടക്കുമ്പോൾ ധോണിയുടെ ലോകകപ്പിലെ അവസാനത്തെ കളിയാണ് ഇത് എന്ന് കാവ്യാത്മകമായി വിലയിരുത്തുന്ന NS മാധവൻ ക്രീസിലെ ഹംസഗാനം എന്നാണ് ആ കളിയെ വിശേഷിപ്പിച്ചത്. ഇന്ന് മലയാളത്തിൽ ആലങ്കാരിക അർത്ഥമുള്ള കാൽപ്പനിക പദമായി ഹംസഗാനം പരിലസിക്കുന്നു. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.